നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ചൈനയിൽ വെച്ച് നടക്കുന്ന SCO മീറ്റിംഗിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം ചൈനയ്ക്ക് പോകുന്നത്. 2020 ഇന്ത്യയും ചൈനയും തമ്മിൽ ഗൽവാനിൽ നടന്ന സംഘർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോകുന്നത്. കഴിഞ്ഞ 2024 റഷ്യയിൽ വെച്ച് നടന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ചൈനീസ് പ്രസിഡന്റും തമ്മിൽ കണ്ടുമുട്ടിയിരുന്നു. അന്ന് വളരെ ഹ്രസ്വമായ ചില സംഭാഷണങ്ങളാണ് ഉണ്ടായത്. ഈ SCO എന്ന് പറയുന്നത് സാമ്പത്തിക സഹകരണത്തോടൊപ്പം തന്നെ രാഷ്ട്രീയമായും അതുപോലെ സൈനികപരമായിട്ടുള്ള സഹകരണത്തിനും വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. SCO നാറ്റോയ്ക്കുള്ള ഒരു ബദലായി അടക്കം ചിലർ കാണുന്നുണ്ട്. ബ്രിക്സിനെ G7 എതിരെയുള്ള ഒരു ബദലായി കാണുന്നത് പോലെ ഈ പറയുന്ന SCOയെ ചിലർ നാറ്റോയ്ക്കൊരു ബദലായി കാണുന്നുണ്ട്. ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഈ തർക്കങ്ങളാണ്. ഈ തർക്കങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും പരിഹാരം കണ്ടെത്താൻ സാധിച്ചാൽ SCOയും ബ്രിക്സും ഇപ്പോൾ ഉള്ളതിനേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള സംഘടനകളായി മാറും. ബ്രിക്സ് ഒരു പുതിയ കറൻസിയെക്കുറിച്ച് ആലോചിക്കുന്നതായുള്ള വാർത്തകൾ വന്നിരുന്നു. ഇത്തരത്തിലൊരു പുതിയ കറൻസി വരികയാണെങ്കിൽ അത് ശരിക്കും ഡോളറിനെ ഏൽക്കുന്ന ഒരു അടിയായിരിക്കും. അമേരിക്ക മുൻകൂട്ടി ഇത് കണ്ടാണ് ബ്രിക്സിനെതിരെ പല പാരകളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ബ്രിക്സിലെ ഓരോ രാജ്യങ്ങൾക്കെതിരെയും അമേരിക്കയുടെ പലതരത്തിലുള്ള ഭീഷണികളുണ്ട്. അത് ബ്രസീലിനെതിരെയും ഇന്ത്യക്കെതിരെയും ചൈനയ്ക്കെതിരെയും ഒക്കെ ഉണ്ട്. മോദിയുടെ ഈ ഒരു സന്ദർശനം അമേരിക്കയ്ക്ക് മുകളിൽ ചെറിയ ഒരു സമ്മർദ്ദം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയും ചൈനയും വളരെ വലിയ സാമ്പത്തിക ശക്തികളും അതുപോലെ തന്നെ സൈനിക ശക്തികളുമാണ്. അപ്പോൾ ഈ താരിഫ് ഏർപ്പെടുത്തിയ സന്ദർഭത്തിലുള്ള മോദിയുടെ ഈ പറയുന്ന ചൈന സന്ദർശനം അമേരിക്കയെ ചെറുതായി സമ്മർദ്ദത്തിലാഴ്ത്താൻ സാധ്യതയുണ്ട്. ഇന്ത്യയും ചൈനയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അമേരിക്കയ്ക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഇതിനെതിരെ പലതവണ ട്രംപ് പലതരത്തിലുള്ള ഭീഷണികളും മുഴക്കിയതാണ്. ഇന്ത്യയിലെ പല കമ്പനികൾക്കുമെതിരെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും നാറ്റോയും ഉപരോധങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിൽ വളരെ ആഴത്തിലുള്ള ചർച്ചകൾ നടക്കും എന്നാണ് കരുതപ്പെടുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളിലും അതുപോലെ വ്യാപാര കാര്യങ്ങളിലുമൊക്കെ പുതിയ തീരുമാനങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഈ മീറ്റിംഗിൽ റഷ്യയും പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയും റഷ്യയും ചൈനയും ചേർന്നാൽ ഈ ഒരു മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് അതൊരു പുതിയ തുടക്കമാവും.